ഓൾ അപ്പോൾ ഇന്നേ നമ്മളുണ്ടാക്കിയ ഒരു വുഡ് ഹൗസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ. ഉപയോഗശൂന്യമായിട്ടുള്ള പഴയ മെറ്റീരിയൽസ് ഉണ്ട്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. ഒരു 2-3 ഇരുമ്പ് പൈപ്പുകളും പിന്നെ ഈ തലപോയ കവുങ്ങ്, അതുപോലെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു വുഡ് ഹൗസ് എന്ന് പറയാം. നമ്മുടെ നാടൻ ഭാഷയിൽ ഏറുമടം എന്നും പറയാം. കുഴപ്പമില്ല കേട്ടോ. അതാണ് നല്ലൊരു കാണാനും. ഇതതിൻ്റെ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതാണ് എങ്ങനെയുണ്ട് സംഭവം. ഷാർ അല്ലേ. അപ്പോൾ ഇത് ഏകദേശം ഒരു 10-12 അടി ഉയരം കാണും. ഒരു തെങ്ങും ഒരു 3 കവുങ്ങ്, പിന്നെ നടുവിലൊരു സപ്പോർട്ടിങ് ആയിട്ട് നമ്മളൊരു നല്ലൊരു കനത്തുള്ളൊരു കവുങ്ങ് മുറിച്ചിട്ട് അതിൻ്റെ ഒരു പാതി ഭാഗം കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നമ്മുടെ ആൾക്കാരൊക്കെ കയറിയാലും ഒന്നും സംഭവിക്കരുതല്ലോ, സേഫ്റ്റി വേണമല്ലോ. പിന്നെ ഇത് മുറിച്ചിട്ടിരിക്കുന്നത് ഫുള്ള് പാത്തിയാണ്. കൂടുതലായിട്ടും നമ്മുടെ കവുങ്ങാണ് ഉപയോഗിച്ചത്. കവുങ്ങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അടയ്ക്കൊക്കെ ഉണ്ടാവണ മരമല്ലേ സംഭവം. അത് പല ദേശങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുക. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു മാത്രം. ഓക്കെ, ഞാനിതിൻ്റെ മുകളിലേക്കൊന്ന് കയറി കാണിച്ചു തരാം. സ്റ്റെപ്പ് നമ്മുടെ ഇരുമ്പ് കോണി വെച്ചിരിക്കണം, അത് മാറ്റിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം, മുകൾ വശം തറ കുറച്ച് നമ്മൾ പഴയ നമ്മുടെ കടയിൽ ഉപയോഗിച്ചിരുന്ന ഷീറ്റാണ്. ഈ തറയിൽ വിരിക്കില്ലേ, ആ ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കവുങ്ങിൻ്റെ ഈ ഇങ്ങനെ കയറ്റവും ഇറക്കാനായിട്ടുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആ ഷീറ്റ് വിരിച്ചു. ഏകദേശം അത്യാവശ്യം വൃത്തിയായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഇതിന് പുറമെ ഇതിൻ്റെ നമ്മുടെ സെൻറ്ററായിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു കാല്. അതായത് ഈ 4 പുറത്തേക്കുള്ള ആ ഒരു ഇത് മുക്കൂര എന്തിനു പറയാം, ആ സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടയറും, പഴയൊരു ടയറും, അങ്ങനെ ഫുള്ള് പഴയ സാധനങ്ങളാണ്. ഇതൊക്കെ അധികം ഉപയോഗിച്ചിരിക്കുന്നത് കവുങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് കേട്ടോ. ഓരളവിലുള്ള സ്റ്റിക്സും ഇതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിൽ സുഖമായിട്ട് ഇരിക്കാം. നല്ലൊരു ഈവനിങ് ടൈം, നല്ല മഴ സമയമൊക്കെ ആണെങ്കിൽ നല്ല നമുക്ക് എൻജോയ് ചെയ്യാം. പഴയ ഐറ്റംസാണ് ഫുള്ള് ഉപയോഗിച്ചിരിക്കുന്നത്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫുള്ള്. ഓക്കെ, കുട്ടികൾക്കും നമുക്കൊക്കെ കയറിയിരിക്കാനും അത്യാവശ്യം തെറ്റില്ലാത്തൊരു 8-10 ആൾക്കാർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ട്രൈ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിലാണ് ഉണ്ടാക്കിയത്. ഓക്കേ.